ആഴ്ചയിൽ ഏറ്റവും നല്ല ദിവസം ചൊവ്വാഴ്ചയാണെന്നും പറ്റാത്ത ഒരേയൊരു ദിവസം ഞായറാഴ്ചയാണെന്നും പണിക്കർ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ. ആഴ്ചയിൽ ഏറ്റവും നല്ല പുണ്യ ദിവസമാണ് ചൊവ്വാഴ്ച എന്നും, എന്നാൽ ചില തെറ്റിദ്ധാരണയുടെ ഭാഗമായാണ് ചിലർ ചൊവ്വാഴ്ച മോശമായ ദിവസമായി കണക്കാക്കുന്നതെന്നും പണിക്കർ സർവീസ് സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ ഏറ്റവും മോശമായ ദിനം ഞായറാഴ്ചയാണെന്നും ഇവർ പറഞ്ഞു. അവധികളും മറ്റു അനുകൂലമായ സാഹചര്യങ്ങളും ഉള്ളതിനാൽ ഞായറാഴ്ചയാണ് മിക്ക പരിപാടികളും നിശ്ചയിച്ചിരിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. പല രക്ഷിതാക്കളും ജാതകത്തെ ദുരുപയോഗം ചെയ്യുന്നതായും ഇവർ ആരോപിച്ചു. പണിക്കർമാർ ചൊവ്വാഴ്ച ലീവാക്കുന്നത് ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസങ്ങളിലുള്ള തിരക്കു കാരണം ഒരു ദിവസം അവധിക്ക് വേണ്ടിയാണെന്നും ഇവർ പറഞ്ഞു. കർക്കിടക വാവ് സംബന്ധിച്ച് വിശദീകരണം നടത്താൻ വേണ്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ. ആഴ്ചയിൽ പറ്റാത്ത ദിവസം അതാണ് ഞായറാഴ്ച. അതാണ് ഇവിടെ എല്ലാവർക്കും ആവശ്യം. ഞായറാഴ്ച ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ വീടും എല്ലാവർക്കും ഫ്രീ ആണ്. അപ്പൊ അവരെ സൗകര്യമൊക്കെ മാനിച്ചുകൊണ്ട് ഇല്ല മരിക്കുന്നില്ല. മരിക്കുന്ന അതിന് പിന്നെ വേറൊന്നും പറയാറുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ ഞാനിത് പറ്റില്ല എന്ന് പറഞ്ഞ ജാതകം ഗണിച്ചവർ ചേർത്ത് കല്യാണം കഴിച്ചാൽ ഈ വടകര താലൂക്കിൽ 25 ഫാമിലി ഞാൻ എണ്ണി കാണിച്ചു തരാം. ഞങ്ങൾക്ക് എന്താണ് ഡിവോഴ്സ് ആയ ഭർത്താവ് നേരത്തെ തന്നെ മരിച്ചു, ഭാര്യ നേരത്തെ തന്നെ മരിച്ചു. ഇപ്പോൾ അവരെ ഫാമിലിയിൽ മുരളീധര പണിക്കർ പറഞ്ഞ് കേട്ടാൽ മതിയായിരുന്നു ഇത് സംഭവിച്ചിട്ടാ മതിയാ. ശരിക്കും പറഞ്ഞാൽ ചൊവ്വാഴ്ച ലീവ് വരണം ഞാൻ. പക്ഷേ ചൊവ്വാഴ്ച 12-1 മണി വരെ എൻ്റെ വീട്ടിൽ ടോക്കൺ സിസ്റ്റത്തിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ ഓഫീസാണ് ഏതൊരു ദിവസം ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്താണ്. ഞായറാഴ്ച ഇവിടെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ എല്ലാം ഞാൻ വിവാഹ നിശ്ചയം നടത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എനിക്കതിന് നേരെയില്ല. അതുകൊണ്ട് എല്ലാ ജ്യോത്സ്യന്മാരും ചൊവ്വാഴ്ച എടുക്കുക, വെള്ളിയാഴ്ച എടുക്കുന്നവരുണ്ട്. അത് ജ്യോത്സ്യന്മാർ. പക്ഷേ നമ്മൾ പ്രശ്നം വെക്കില്ല എന്ന് പറയുന്നൊരു ഡേറ്റ് പദവികൾ ദുർഗാഷ്ടമിക്ക് ഗ്രന്ഥം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് നോക്കില്ല. ഞങ്ങൾ പഞ്ചാബൊക്കെ വെച്ച് പൂജാബൊക്കിന് വെച്ച് ഇനി വിദ്യാരംഭത്തിനെ എടുക്കൂ എന്ന ഹിന്ദുമത ശാസ്ത്രപ്രകാരം ഉള്ള വിധിയുള്ളൂ. ഇല്ലെങ്കിൽ ആ വെക്കുന്ന വ്യക്തിക്ക് ഒരു കൊലപാലായ്മ വരണം. ഇത് കണ്ടിട്ട് വിവാഹം നടത്തി അന്ന് നല്ല വഴിയാണ് ഇവിടെ പറയാ ആ വടകര മുരളീധര പണിക്കരെ കഴിച്ചു കൊടുത്തേക്ക് അതാണ് നല്ല മഴ. അത് ജനങ്ങൾ നോക്കണ്ട. ജനങ്ങൾ പഠിക്കില്ല. ഈ ജാഥ എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് കൊള്ളാം നല്ല ജാഥ കണ്ടത്. അപ്പോൾ കസേരൊക്കെ ഇങ്ങനെ നീട്ടി എൻ്റെ അടുത്ത് കിട്ടിയിട്ട് പറഞ്ഞ് ജോത്സരെ എൻ്റെ ഭാര്യ എൻ്റെ ആങ്ങളെ കൊണ്ടുവന്ന ഇവൻ്റെ വയോടാറ്റമ്മക്ക് അറിയാം. പക്ഷെ നിങ്ങളെ വായിൽ നിന്ന് ഈ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഞാനിത് പറ്റുമല്ല എന്ന് പറയേണ്ടിയിട്ടാണ്. അത് പറയേണ്ടിയിട്ടാണ് ഇയാൾ ദക്ഷിണയായിട്ട് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. പക്ഷെ ദക്ഷിണയാണെന്ന് മാമില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ദക്ഷിണ ഞാനും കൊണ്ട് സ്വീകരിച്ച് ഞാൻ പറഞ്ഞു ഇത് നല്ലോണം പറ്റുന്നതാണ്, ഇത് നമുക്ക് പറ്റില്ല, ഞാൻ എന്താ അവരോട് പറയേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കുറ്റം പറയാം, ഞാൻ ജോത്സ്യന് പറ്റില്ല എന്ന് പറയാം. അല്ല അതല്ല ഞാൻ പറയട്ടെ, ഞാൻ വേറെ ഒന്നും ജോത്സ്യൻ്റെ അടുത്ത് പോയാൽ പറ്റില്ല. അങ്ങനെ പറയുന്ന അച്ഛന്മാരുണ്ട് ഇവിടെ. 32, 32, 33 ഏജ് ആയിട്ട് കല്യാണം കഴിയാത്ത പെൺകുട്ടികളുണ്ട് ഇവിടെ. അച്ഛനുണ്ട്. പഞ്ചാംഗത്തിലും മറ്റുള്ള പറയുന്നില്ല. ഈ വിവാഹ സമയത്ത് ഈ ചൊവ്വ ഈ സ്ത്രീ ജാതകത്തിലോ പുരുഷ ജാതകത്തിലോ അത് ഓരോരോ ഭാവത്തെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് പരിഹാരം ഇത് ജാതകത്തിലുണ്ടോ എന്ന് ഉത്തമ ജ്യോതിഷി നിർണയിച്ച് അതിന് പറയും ഗ്രഹസാമ്യം. ഇവരായിട്ട് ഗ്രഹസാമ്യം ഉണ്ടോ? നക്ഷത്ര പൊരുത്തം 8 പൊരുത്തം, 10 പൊരുത്തം, ടോട്ടൽ പൊരുത്തം. ഈ 8 പൊരുത്തത്തിൻ്റെ അകത്ത് നമ്മൾ 50% എടുത്തു കഴിഞ്ഞ് ഗ്രഹസാമ്യം ഉണ്ടെങ്കിൽ